ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുകയും വേണം. ഇന്ന് ചേമ്പിൻ തണ്ടും ചേമ്പിൻ്റെ ഇലയും പപ്പായ, പൂള, ഉണ്ണിക്കാമ്പ് ഇവയെല്ലാം വെച്ചിട്ടുള്ളൊരു കൂട്ടാൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഒരു ചേമ്പിൻ്റെ ഇലയും അതിൻ്റെ തണ്ടും കൂടെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചേമ്പിൻ തണ്ടിൻ്റെ പുറമേയുള്ള സ്കിന്നൊന്ന് കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കണം. ഇനി ചേമ്പിൽ ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് പിടിച്ച് അതും കൂടി ഒന്ന് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേമ്പിൻ തണ്ടും അതിൻ്റെ ഇലയും കൂടെ കുക്കറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയൊരു പൂള ഇതുപോലെ ഒന്ന് ചെറുതായി കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ചെറിയൊരു കഷ്ണം ഉണ്ണിക്കാമ്പ് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു പപ്പായ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി 1/2 ടേബിൾ സ്പൂൺ ഉപ്പും 3 പച്ചമുളക് നെടുകെ കീറിയതും 1 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് 3 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കണം. ഇനി ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 5 വെളുത്തുള്ളി അരിഞ്ഞതും 5 ചുവന്നുള്ളി അരിഞ്ഞതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് 2 ചുവന്ന മുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി അത് നേരത്തെ തയ്യാറാക്കി വെച്ച കൂട്ടാനിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയും ഒക്കെ കൂട്ടി കഴിക്കാം. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കൂട്ടാനാണ്. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം. നമ്മുടെ പറമ്പിലൊക്കെ കിട്ടുന്ന ഐറ്റംസ് വെച്ചിട്ട് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇതുവരെ നിങ്ങൾ ഇതുപോലെ ഒരു കൂട്ടാൻ വീട്ടിലുണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുകയും വേണം. മറ്റൊരു അടിപൊളി വിഭവമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.